ഓം നമോ നാരായണായ. നമസ്കാരം സുഹൃത്തുക്കളെ. രാമായണ പാരായണത്തിൻ്റെ 3-ാം ദിവസമാണിന്ന്. ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ വിശ്വാമിത്രയുടെ യാഗരക്ഷ, താടകാവധം, അഹല്യമോക്ഷം, അഹല്യസ്തുതി എന്നിവയാണ്. ഒരു വശത്ത് ധർമ്മസംരക്ഷണത്തിനായി ദുഷ്ടയായ താടകയ്ക്ക് വധം, മറുവശത്ത് കാലങ്ങളായി കാത്തിരുന്ന അഹല്യയ്ക്ക് മോക്ഷം. ശ്രീരാമൻ്റെ വീര്യവും കാരുണ്യവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന രാമായണത്തിലെ 3-ാം ദിവസത്തെ വായനയിലേക്ക്. അർത്ഥം നമുക്ക് കേട്ടറിയാം, കഥ പോലറിയാം. വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളുന്ന ഭാഗമാണിത്. ആ സമയത്ത് മുനിമാരിൽ ശ്രേഷ്ഠനായ വിശ്വാമിത്ര മഹർഷി അയോധ്യ നഗരത്തിലേക്ക് എഴുന്നള്ളി. ഭൂമിയിൽ മായയാൽ മനുഷ്യനായി ജന്മമെടുത്ത് അതീവ മനോഹരമായ രൂപം പൂണ്ടിരിക്കുന്ന പരമാത്മാവും സത്യവും ജ്ഞാനവും അനന്തമായ ആനന്ദവുമാകുന്ന അമൃതവുമായ ആ ശ്രീരാമനെ നേരിട്ട് കാണാൻ ഉള്ളിൽ നിറഞ്ഞൊഴുകുന്ന അതീവ ഭക്തിയോടെ മഹർഷി വരുന്നത്. കൗശികൻ വരുന്നത് കണ്ട് ദശരഥ മഹാരാജാവ് പെട്ടെന്ന് തന്നെ ആദരവോടെയും ഭയഭക്തി ബഹുമാനത്തോടെയും ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷിയോടൊപ്പം ചെന്ന് വിശ്വാമിത്രനെ സ്വീകരിക്കുകയും ശാസ്ത്രവിധി പ്രകാരം അർഘ്യപാദ്യാദികൾ നൽകി പൂജിച്ച് ഭക്തിയോടെ വണങ്ങി നിൽക്കുകയും ചെയ്തു. ആ മുനിശ്രേഷ്ഠൻ ചിരിച്ചുകൊണ്ട് ദശരഥനോട് പറഞ്ഞു, എൻ്റെ ജന്മം ഇന്ന് സഫലമായിരിക്കുന്നു. ഹേ തപോനിധിയായ മഹർഷി, അങ്ങയുടെ ഈ എഴുന്നള്ളത്ത് വരവ് കാരണം ഇഹലോകത്ത് എൻ്റെ ആത്മാവ് തികച്ചും കൃതാർത്ഥമായിരിക്കുന്നു. അങ്ങയെപ്പോലുള്ള മഹത്തുക്കൾ എഴുന്നള്ളുന്ന ദേശം മംഗളകരമായിരിക്കും. അവിടെ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും താനേ വന്നു ചേരും. ഹേ ദയാനിധി, അങ്ങ് എന്തു കാര്യം മനസ്സിൽ വിചാരിച്ചാണ് ഇവിടേക്ക് എഴുന്നള്ളിയത് എന്നിപ്പോൾ എന്നോട് കൽപ്പിച്ചാലും. താപസശ്രേഷ്ഠ, ആ യാഥാർത്ഥ്യ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാലും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഒട്ടും മടി വിചാരിക്കാതെ ഞാൻ ചെയ്തു തരാം. ദശരഥന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ വിശ്വാമിത്രൻ അപ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ രാജാവിനോട് ഇപ്രകാരം കൽപ്പിച്ചു. ഞാൻ ഓരോ അമാവാസി തോറും പിതൃക്കളെയും ദേവന്മാരെയും ധ്യാനിച്ച് നടത്തുന്ന യാഗങ്ങളെ തടസ്സപ്പെടുത്തുന്നത് മാരിജൻ, സുബാഹു എന്നീ പേരുകളുള്ള 2 രാക്ഷസന്മാരും അവരുടെ അനുജന്മാരുമാണ്. ഹേ ഭൂമിപാല, ആ രാക്ഷസന്മാരെ വധിച്ച് എൻ്റെ യാഗത്തെ രക്ഷിക്കുന്നതിനായി അങ്ങ് ശ്രീരാമനെ എന്നോടൊപ്പം അയച്ചു തരിക തന്നെ വേണം. താമരക്കണ്ണനായ രാമനോടൊപ്പം ലക്ഷ്മണനെയും കൂടെ അയക്കുന്ന കാര്യത്തിൽ ഒട്ടും മടിക്കാതെ നല്ലൊരു തീരുമാനം എടുത്താലും. ഹേ കരുണാസമുദ്രമായ രാജാവേ, അങ്ങേക്കെന്നും നന്മയും മംഗളവും ഭവിക്കട്ടെ. അതീവ ചിന്താകുലനും മനസ്സ് ചഞ്ചലനുമായ ദശരഥ മഹാരാജാവ് തൻ്റെ ഗുരുവായ വസിഷ്ഠ മഹർഷിയോട് ഏകാന്തത്തിൽ ഇപ്രകാരം ആലോചിച്ച് ചോദിച്ചു. ഹേ ഗുരു, ഞാനിപ്പോഴെന്താണ് പറയേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട മകനെ പിരിഞ്ഞിരിക്കാൻ എനിക്കൊട്ടും ശക്തിയില്ല. ഒരുപാട് കാലം കൊതിച്ചു പ്രാർത്ഥിച്ച് ഒടുവിൽ ദൈവാനുഗ്രഹത്താൽ കിട്ടിയ മകനാണ് രാമൻ. അവനെ പിരിഞ്ഞാൽ ഞാൻ തീർച്ചയായും മരിച്ചു പോകും. എന്നാൽ രാമനെ അയച്ചു കൊടുത്തില്ലെങ്കിലോ കോപിഷ്ഠനായ വിശ്വാമിത്രൻ എൻ്റെ വംശനാശം തന്നെ വരുത്തിയെന്നും വരും. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണ് ഏറ്റവും നല്ല വഴി എന്നങ്ങ് ആലോചിച്ച് എനിക്ക് ഉപദേശിച്ചു തന്നാലും. എങ്കിൽ അതീവ രഹസ്യമായ ആ ദേവരഹസ്യം കേട്ടാലും. ഹേ രാജാവേ, അങ്ങനെ ഒട്ടും സങ്കടപ്പെടേണ്ടതില്ല. ഹേ രാജശ്രേഷ്ഠ, രാമൻ വെറുമൊരു സാധാരണ മനുഷ്യനല്ല. അവൻ അളവുകളില്ലാത്തവനും എപ്പോഴും ആനന്ദ സ്വരൂപനുമായ സാക്ഷാൽ പരമാത്മാവാണ്. പണ്ട് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചതനുസരിച്ച് ഭൂമിയുടെ ഭാരം ഇല്ലാതാക്കുന്നതിനായി താമരക്കണ്ണനായ ആ മഹാവിഷ്ണു തന്നെയാണ് വന്നിരിക്കുന്നത്. വൈകുണ്ഠനാഥനായ ആ നാരായണൻ തന്നെയാണ് അങ്ങയുടെ മകനായി കൗസല്യാദേവിയുടെ ഗർഭത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നത്. ഹേ ദശരഥ, അങ്ങയുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുൻ ജന്മത്തിൽ അങ്ങ് ബ്രഹ്മപുത്രനായ കാശ്യപ പ്രജാപതിയായിരുന്നു. അങ്ങയുടെ പത്നിയായ കൗസല്യ മുൻ ജന്മത്തിൽ അതിഥിയായിരുന്നു. മക്കളുണ്ടാകുന്നതിനായി നിങ്ങൾ 2 പേരും കൂടി വിഷ്ണു പൂജയും ധ്യാനവുമായി ഒരുപാട് വർഷം കഠിനമായ തപസ് അനുഷ്ഠിച്ചു. അതിൽ പ്രസാദിച്ച് ഭക്തന്മാരോട് വാത്സല്യമുള്ളവനും വരങ്ങൾ നൽകുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണു നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ആവശ്യമുള്ള വരം വാങ്ങിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു.
അങ്ങ് തന്നെ എനിക്ക് മകനായി ജനിക്കണം എന്ന് അന്ന് നിങ്ങൾ പെട്ടെന്ന് അപേക്ഷിച്ചതുകൊണ്ടാണ് ജഗന്നാഥനായ ഭഗവാൻ ഇന്ന് രാമനായി നിങ്ങളുടെ മകനായി ജനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലും. ഹേ രാജാവേ, സാക്ഷാൽ ആദിശേഷൻ തന്നെയാണ് ലക്ഷ്മണനായി ജനിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ശംഖും ചക്രവുമാണ് ഭരതനും ശത്രുഘ്നനുമായി അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലെ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച് ഇനിയുള്ള കാര്യവും കേട്ടാലും. സാക്ഷാൽ യോഗാമായ ദേവിയാണ് മിഥില രാജ്യത്ത് യാഗസമയത്ത് ഭൂമിയിൽ നിന്നും അയോനിജയായി സീത എന്ന പേരിൽ ജനിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വിശ്വാമിത്ര മഹർഷി രാമനും സീതയും തമ്മിലുള്ള ഈ പുണ്യസമാഗമം നടത്തിക്കൊടുക്കുവാൻ നിമിത്തമായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അങ്ങ് അറിയണം. ഇത് അതീവ രഹസ്യമായ കാര്യമാണ്, മറ്റുള്ളവരോട് പറയാൻ പാടുള്ളതുമല്ല. അതുകൊണ്ട് ഇനി ഒട്ടും മടിക്കാതെ മകനെ മഹർഷിയോടൊപ്പം അയച്ചാലും. ഗുരുവചനങ്ങളിൽ നിന്നും സത്യം മനസ്സിലാക്കി സന്തുഷ്ടനായ ദശരഥ മഹാരാജാവ് കൗശികനെ വണങ്ങുകയും ഭക്തിയോടെ ശാസ്ത്രവിധി പ്രകാരം പൂജിക്കുകയും ചെയ്തു. ലക്ഷ്മണന്മാരെ അങ്ങേക്ക് ഒപ്പം കൂട്ടിക്കൊണ്ടുപോയാലും അത് അതീവ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് രാജാവ് തൻ്റെ പുത്രന്മാരെ മഹർഷിക്ക് കൈമാറി. രാമ, ലക്ഷ്മണ, ഇങ്ങോട്ട് വരൂ എന്ന് വിളിച്ച് അവരെ അരികിലേക്ക് ചേർത്ത് മാറോടണച്ച് ഗാഢമായി കെട്ടിപ്പിടിച്ചു. വീണ്ടും വീണ്ടും അവരെ ആലിംഗനം ചെയ്ത് ശിരസിൽ ചുംബിച്ച് എല്ലാ നന്മകളും ഉണ്ടാകാൻ യാത്ര തിരിക്കൂ എന്ന് രാജാവ് പറഞ്ഞു. ലക്ഷ്മണന്മാർ തങ്ങളുടെ മാതാപിതാക്കളുടെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കുകയും മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രന്റെ ഗുരുവായ വസിഷ്ഠന്റെയും പാദങ്ങൾ വണങ്ങുകയും ചെയ്തു. തുടർന്ന് രാജകുമാരന്മാർ വിശ്വാമിത്രനെ ചെന്ന് വണങ്ങി ലോകത്തിന്റെ രക്ഷകനായി ആ മുനിശ്രേഷ്ഠൻ അവരെ തൻ്റെ കൂടെ കൂട്ടി. വില്ലും അമ്പും കൂടും അമ്പുകളും വാളും കൈകളിലേന്തിയ രാജകുമാരന്മാരോടൊപ്പം വിശ്വാമിത്ര മഹർഷി യാത്ര തിരിച്ചു. കൊട്ടാരത്തിലുള്ളവരെല്ലാം ആശീർവാദങ്ങൾ നൽകി. പൂജ്യപാതരായ ആ ബാലന്മാർക്കൊപ്പം മഹർഷി മുന്നോട്ട് നടന്നു. പതുക്കെ നടന്ന് ചില പ്രദേശങ്ങൾ പിന്നിട്ടതിനു ശേഷം വിശ്വാമിത്ര മഹർഷി പുഞ്ചിരി കൊണ്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു. ഹേ രാമ, രാഘവ, ലക്ഷ്മണകുമാര, കേൾക്കൂ. നിങ്ങൾ അതീവ സുകുമാരന്മാരായ ബാലന്മാരാണ്. നിങ്ങളുടെ ശരീരം വിശപ്പും ദാഹവും എന്തെന്നറിയാത്ത വണ്ണമാക്കാൻ ഞാൻ ചില വിദ്യകൾ ഉപദേശിച്ചു തരാം. തുടർന്ന് ബാല, അതിബാല എന്നീ വിദ്യകൾ മഹർഷി ഉപദേശിക്കുന്നതാണ് കഥാഭാഗം. ബാലന്മാരെ, വഴിയിൽ നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഏൽക്കാതിരിക്കാൻ വേണ്ടി അതീവ മഹിമയുള്ള ഈ 2 വിദ്യകൾ നിങ്ങൾ ഒട്ടും മടി വിചാരിക്കാതെ പഠിച്ചു ജപിച്ചാലും. അവ ബല, അതിബല എന്നീ വിദ്യകളാണ്. ഈ വിദ്യകൾ ദേവന്മാരാൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മഹർഷി അത് രാമദേവനും അനുജനായ ലക്ഷ്മണനും ഉപദേശിച്ചു നൽകി. മന്ത്രശക്തിയാൽ വിശപ്പും ദാഹവും എല്ലാം മാറിയ രാജകുമാരന്മാരുമായി വിശ്വാമിത്ര മഹർഷി അപ്പോൾ തന്നെ ഗംഗാനദി കടന്ന് മുന്നോട്ടു പോയി. അവർ താടകാവനം എന്ന ഭയങ്കരമായ കാട്ടിൽ എത്തിച്ചേർന്നതിനു ശേഷം ഉള്ളിൽ ഒരു ചെറു പുഞ്ചിരിയോടെ വിശ്വാമിത്രൻ രാമനോട് ഇപ്രകാരം പറഞ്ഞു. ഹേ രാഘവ, സത്യവും പരാക്രമവും നിറഞ്ഞ കടൽ പോലെ ഉള്ളവനായ രാമ, ഈ കാലത്ത് ആരും തന്നെ ഭയം കാരണം ഈ വഴിയിലൂടെ സഞ്ചരിക്കാറില്ല. നീ ഈ കാട് കണ്ടുവോ? വിചാരിക്കുന്ന രൂപം സ്വീകരിക്കാൻ കഴിയുന്നവളും അതീവ ഭയങ്കരിയുമായ താടക എന്ന രാക്ഷസി ജീവിക്കുന്ന പ്രദേശമാണിത്. ഹേ ഭുവനേശ്വര, ജഗത് പാലക, അവളെ പേടിച്ചിട്ട് ഭൂമിയിലുള്ള മനുഷ്യരാരും ഈ നേർവഴിയിലൂടെ നടക്കാറില്ല. അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും അവളെ കൊന്നൊടുക്കണം. ആ സ്ത്രീയെ വധിക്കുന്നതിൽ യാതൊരുവിധ ദോഷവുമില്ല എന്ന് മഹർഷി പറഞ്ഞപ്പോൾ ശ്രീരാമൻ തൻ്റെ വില്ലിൻ്റെ ഞാൻ മെല്ലെ ഒന്ന് വലിച്ചു ശബ്ദമുണ്ടാക്കി. ആ നാദം കേട്ട് അപ്പോൾ എല്ലാ ലോകങ്ങളും ഒന്ന് വിറച്ചുപോയി. ആ വില്ലിൻ്റെ ശബ്ദം കേട്ട് കോപിഷ്ഠനായ ആ രാക്ഷസി അവരെ പിടിച്ചു തിന്നാനായി അതീവ വേഗത്തിൽ അരികിലേക്ക് പാഞ്ഞെടുത്തു. ആ സമയം രാഘവൻ തൻ്റെ വില്ലിൽ നിന്നും ഒരു അമ്പ് തൊടുത്തുവിട്ടു. ആ രാമബാണം നേരെ ചെന്ന് താടകയുടെ മാറിലേക്ക് തുളച്ചു കയറി. പണ്ട് ചിറകരിഞ്ഞ് പർവ്വതങ്ങൾ ഭൂമിയിൽ വീഴുന്നത് പോലെ ഭയങ്കര രൂപമുള്ള ആ താടക നിലം പതിച്ചു. തൊട്ടടുത്ത നിമിഷം ആ രാക്ഷസരൂപം മാറി സ്വർണവും രത്നാഭരണങ്ങളും ധരിച്ച് മനോഹരമായ ശരീരത്തോടു കൂടിയ ഒരു സുന്ദരിയായ യക്ഷിയെ അവിടെ കാണാൻ കഴിഞ്ഞു. മുൻപ് ശാപം കാരണം രാക്ഷസിയായി മാറിയ ആ യക്ഷി
രാമന്റെ അമ്പേറ്റ് ശാപമോക്ഷം നേടി രാമദേവന്റെ അനുവാദത്തോടെ ദേവലോകത്തേക്ക് തിരികെ പോയി. ഇതിൽ സന്തുഷ്ടനായ കൗശികമുനി തന്റെ പക്കലുള്ള എല്ലാ ദിവ്യാസ്ത്രങ്ങളും മന്ത്രങ്ങളും ഉടൻ തന്നെ ലക്ഷ്മണന്റെ സാന്നിധ്യത്തിൽ ശ്രീരാമന് ഉപദേശിച്ചു നൽകി. പരിശുദ്ധരായ ആ രാജകുമാരന്മാരും മുനിശ്രേഷ്ഠനും കൂടി ആ മനോഹര കാട്ടിൽ കാമാശ്രമം എന്ന പുണ്യസ്ഥലത്ത് അന്ന് താമസിച്ചു. അവിടെ രാത്രി കഴിച്ചുകൂട്ടിയ അവർ പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ് സന്ധ്യാവന്ദനവും പ്രാർത്ഥനയും കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുയരുന്ന പുലർക്കാലത്ത് വീണ്ടും യാത്ര ആരംഭിച്ചു. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയും രാജകുമാരന്മാരും കൂടി ഒടുവിൽ തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നു. അവർ ആശ്രമത്തിൽ എത്തിയപ്പോൾ അവിടെയുള്ള പ്രധാനികളായ മുനിമാർ അവരെ എതിരേറ്റ് വന്ദിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും തിരിച്ച് ആ മുനിശ്രേഷ്ഠന്മാരെയും വണങ്ങി. ആശ്രമത്തിലെ മുനിമാർ അതീവ സ്നേഹത്തോടെ അവർക്ക് സൽക്കാരങ്ങൾ നൽകി. അതിനുശേഷം രാഘവനായ ശ്രീരാമൻ അല്പം വിശ്രമിച്ചു. വിശ്രമം കഴിഞ്ഞ് രാമൻ സന്തുഷ്ടനായി വിശ്വാമിത്ര മഹർഷിയെ നോക്കി ഇപ്രകാരം പറഞ്ഞു: ഹേ മുനിശ്രേഷ്ഠ, അങ്ങ് ഇനി യാഗം തുടങ്ങുവാനായി ദീക്ഷ സ്വീകരിച്ചാലും യാഗം യാതൊരുവിധ തടസ്സങ്ങളോ വിഷമങ്ങളോ കൂടാതെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഹേ തപോനിധേ, യാഗം മുടക്കാൻ വരുന്ന ആ ദുഷ്ടന്മാരായ രാക്ഷസ ശ്രേഷ്ഠന്മാരെ എനിക്ക് കാണിച്ചു തന്നാൽ എൻ്റെ അമ്പുകൾ കൊണ്ട് ഞാൻ അവരെ ഇല്ലാതാക്കിക്കൊള്ളാം. അത് കേട്ട് കൗശികൻ യാഗത്തിനായി ദീക്ഷ സ്വീകരിച്ചു. ആ സമയത്ത് തന്നെ രാക്ഷസന്മാർ വലിയൊരു പടയുമായി അവിടെ എത്തിച്ചേർന്നു. ഉച്ച സമയമായപ്പോൾ യാഗശാലയ്ക്ക് മുകളിൽ ആകാശത്തു നിന്നും രാക്ഷസന്മാർ ചോരമഴ പെയ്യ്ക്കാൻ തുടങ്ങി. ഒട്ടും വൈകാതെ തന്നെ രാമദേവൻ തൻ്റെ വില്ലിൽ നിന്നും 2 അമ്പുകൾ തൊടുത്ത് വീരന്മാരായ മാരീചനും സുബാഹുവിനും നേരെ പ്രയോഗിച്ചു. അതിൽ ഒരു അമ്പ് സുബാഹുവിനെ അപ്പോൾ തന്നെ കൊന്നൊടുക്കി. ഇതുകണ്ട് ഭയന്നുപോയ മാരീചൻ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. എന്നാൽ രാമബാണം അവനെ വിടാതെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പേടിച്ച് നിലവിളിച്ചുകൊണ്ട് അവൻ ഒട്ടനവധി യോജന ദൂരം മുന്നോട്ട് പാഞ്ഞു. ഒടുവിൽ അവൻ പോയി സമുദ്രത്തിൽ വീണു. എന്നാൽ രാമബാണം അവനെ ദഹിപ്പിക്കുവാനായി അവിടെയും പിന്നാലെ എത്തിച്ചേർന്നു. രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയ മാരീചൻ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ശ്രീരാമനെ തന്നെ ശരണം പ്രാപിച്ചു. ഭക്തന്മാരെ സ്നേഹിക്കുന്ന ഭഗവാൻ അവന് അഭയം നൽകിക്കൊണ്ട് പറഞ്ഞു. അന്ന് തൊട്ട് മാരീചൻ ഭഗവാന്റെ വലിയൊരു ഭക്തനായി മാറി. സർപ്പവർഗത്തിന് കാലനെ പോലെയുള്ള ലക്ഷ്മണൻ ബാക്കിയുണ്ടായിരുന്ന രാക്ഷസപ്പടയെ മുഴുവൻ തന്നെ അമ്പുകൾ കൊണ്ട് കൊന്നൊടുക്കി. യാഗം വിജയകരമായി സംരക്ഷിക്കപ്പെട്ട സന്തോഷത്തിൽ ദേവന്മാർ ആകാശത്തു നിന്നും പൂമഴ പെയ്യിച്ചു. ദേവലോകത്തേക്ക് മംഗളവാദ്യങ്ങൾ മുഴക്കി. യക്ഷകന്മാർ, കിന്നരന്മാർ, സിദ്ധന്മാർ, ഗന്ധർവന്മാർ തുടങ്ങിയ ദേവയോനികളിൽ ഉള്ളവരെല്ലാവരും കൈകൾ കൂപ്പി ഭഗവാനെ സ്തുതിക്കുകയും അതീവ ആനന്ദം കൊള്ളുകയും ചെയ്തു. യാഗം പൂർത്തിയായതിൽ അതീവ സന്തുഷ്ടനായ വിശ്വാമിത്ര മഹർഷി ആനന്ദക്കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ രാമൻ ലക്ഷ്മണന്മാരെ കെട്ടിപ്പിടിച്ചു. അവരെ മടിയിലിരുത്തി ഒരുപാട് ആശീർവദിക്കുകയും വരും ദിനങ്ങളിൽ അതീവ വാത്സല്യത്തോടെ അവർക്ക് ഭക്ഷണം നൽകി പരിചരിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ കഴിഞ്ഞ 3 ദിവസങ്ങളിൽ കൗശികൻ കുട്ടികൾക്ക് പലവിധ പുരാണ കഥകൾ പറഞ്ഞു കൊടുക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. 4ാമത്തെ ദിവസം മഹർഷി അവരോട് പറഞ്ഞു: നാം ഇനി ഇവിടെ സമയം വെറുതെ കളയാൻ പാടില്ല. മിഥിലാധിപനായ ജനക മഹാരാജാവ് നടത്തുന്ന വലിയൊരു യാഗമുണ്ട്, അവിടേക്ക് പോകണം. പ്രിയ മക്കളെ, ഇനി ഒട്ടും വൈകാതെ നമുക്ക് കാണാൻ പോകാം. കീർത്തിപ്പെറ്റതും മുക്കണ്ണനായ ശിവന്റേതുമായ ഒരു വലിയ വില്ല് വിദേഹ രാജ്യത്ത് ഇരിപ്പുണ്ട്. പണ്ട് സാക്ഷാൽ ശ്രീ മഹാദേവൻ തന്നെ അവിടെ കൊണ്ടുവച്ചിട്ടുള്ളതാണിത്. അവിടെയുള്ള രാജശ്രേഷ്ഠന്മാരെല്ലാം ദിവസവും അതിനെ പൂജിച്ചു പോരുന്നു. രാജവംശത്തിൽ ജനിച്ചവനായ നീ അതീവ ശ്രേഷ്ഠനും മഹത്തരവുമായ ധനുസാകുന്ന രത്നത്തെ തീർച്ചയായും കാണേണ്ടതുണ്ട്. അവിടുത്തെ മുനിമാരെല്ലാം ഈ വരികൾ സംസാരിച്ച് രാജകുമാരന്മാരെയും കൂട്ടി വിശ്വാമിത്ര മഹർഷി യാത്ര തിരിച്ചു. അവർ ഗംഗാതീരത്തുള്ള ഗൗതാശ്രമം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ആ പ്രദേശം അതീവ ശോഭയുള്ളതും പുണ്യമേറിയതുമായിരുന്നു. ദിവ്യമായ വൃക്ഷങ്ങളും വള്ളികളും പൂക്കളും പഴങ്ങളും കൊണ്ട് നിറഞ്ഞതും ആനന്ദം നൽകുന്നതുമായ മനോഹരമായ ആശ്രമം പക്ഷേ പക്ഷികളോ മൃഗങ്ങളോ ജീവജാലങ്ങളോ ഒന്നുമില്ലാതെ തികച്ചും ശൂന്യമായിരുന്നു. ഇത് കണ്ട് അത്ഭുതവും
കൗതുകവും തോന്നിയ താമരക്കണ്ണനായ ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയെ നോക്കി ഇപ്രകാരം ചോദിച്ചു: ഗുരു, മനോഹരവും അഭയം പ്രാപിക്കാൻ ഏറ്റവും അനുയോജ്യവുമായ ഈ ആശ്രമം ആരുടേതാണ്? എന്തുകൊണ്ടാണ് ഇവിടെ മൃഗങ്ങളോ പക്ഷികളോ ഒന്നും തന്നെ കാണാത്തത്? ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു സന്തോഷം തോന്നി. ഹേ തപോനിധേ, ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നാലും. രാമന്റെ ചോദ്യം കേട്ട് വിശ്വാമിത്ര മഹർഷി അനിരുദ്ധനും ശേഷശായിയുമായ ആ പരമാത്മാവിനോട് അതിൻ്റെ യഥാർത്ഥ ചരിത്രം ഇപ്രകാരം പറയുവാൻ തുടങ്ങി: ഹേ കുമാര, എങ്കിൽ ഇതിൻ്റെ പഴയ ചരിത്രം കേട്ടാലും. ഒട്ടും കുറവില്ലാതെ കഠിന തപസ്സുള്ള ഗൗതമ മഹർഷി ഗംഗാതീരത്തുള്ള ഈ നല്ല ആശ്രമത്തിൽ ഐശ്വര്യം നിറഞ്ഞ തൻ്റെ തപസ്സുമായി കഴിഞ്ഞുകൂടുന്ന കാലം, ബ്രഹ്മാവ് തൻ്റെ മക്കളായി ജനിച്ചവളും ലോകത്തിൽ ഏറ്റവും വലിയ സുന്ദരിയുമായ അഹല്യ എന്ന ദിവ്യകന്യകയെ ഗൗതമ മഹർഷിക്ക് വിവാഹം കഴിച്ചു നൽകി. അങ്ങനെ സന്തോഷത്തോടെ ഭാര്യാഭർത്താക്കന്മാരായി മാറിയ അവർ അവിടെ ജീവിച്ചു. ഭർത്താവിനോടുള്ള പരിചരണവും ബ്രഹ്മചര്യ ശീലങ്ങളും കണ്ട് അതീവ സന്തുഷ്ടനായ ഗൗതമ മുനി തൻ്റെ പത്നിയെ അഹല്യയോടൊപ്പം ഈ പർണശാലയിൽ വളരെ കാലം താമസിച്ചു പോന്നു. എന്നാൽ ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന അഹല്യയുടെ ആ സൗന്ദര്യം കണ്ട് ദേവേന്ദ്രൻ കാമവികാരങ്ങൾക്ക് അടിമയായി തീർന്നു. കോവൽ ചുണ്ടു പോലുള്ള ചുവന്ന ചുണ്ടുകളും പന്തു പോലെയുള്ള സ്തനങ്ങളും അതീവ ഭംഗിയുള്ള തുടകളുമുള്ള അഹല്യയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എന്നൊരവസരം ലഭിക്കും എന്ന് ഇന്ദ്രൻ ചിന്തിച്ചുപോയി. കാമദേവന്റെ അമ്പേറ്റതുപോലെ കാമവികാരം മൂത്ത് വിഷമിച്ച ഇന്ദ്രൻ എപ്പോൾ തൻ്റെ മനസ്സിൽ ആ സുന്ദരിയുടെ രൂപം മാത്രം ധ്യാനിച്ച് ഒടുവിൽ കാമാന്തകനായി മാറി. ദേവരാജാവായ ഇന്ദ്രൻ ഒട്ടും സമയം കളയാതെ ആഗ്രഹം സാധിപ്പാനായി അനുയോജ്യമായ ഒരു അവസരത്തിനായി കാത്തിരുന്നു. ബ്രഹ്മപുത്രന്റെ മകനായ ഗൗതമ മഹർഷിയുടെ രൂപം ദേവരാജാവായ ഇന്ദ്രൻ രാത്രിയുടെ അവസാന യാമത്തിൽ കൈക്കൊണ്ടു. പുലർച്ചെ സന്ധ്യാവന്ദനം ചെയ്യുന്നതിനായി ഗൗതമ മഹർഷി ആശ്രമത്തിന് വെളിയിലേക്ക് പോയ ആ സമയം നോക്കി ഇന്ദ്രൻ കാമപരവശനായി ആശ്രമത്തിനുള്ളിൽ പ്രവേശിച്ചു. ഇന്ദ്രൻ അതീവ പരിഭ്രമത്തോടെ ധൃതിയോടെയും അഹല്യയെ പ്രാപിച്ചു. സന്ധ്യാവന്ദനത്തിനായി പുറപ്പെട്ട ഗൗതമ മഹർഷി സൂര്യോദയത്തിന് ഇനിയും സമയമുണ്ടെന്ന് മനസ്സിലാക്കി സംശയത്തോടെ പെട്ടെന്ന് തന്നെ ആശ്രമത്തിലേക്ക് തിരികെ വന്നപ്പോൾ അവിടെ ഇന്ദ്രൻ തനിക്കെതിരെ വരുന്ന മുനിശ്രേഷ്ഠനെ കണ്ട് ഭയന്നു വിറച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ശരീരം വിറച്ചുകൊണ്ട് അവിടെ നിന്നു. തൻ്റെ തന്നെ വേഷം ധരിച്ചു നിൽക്കുന്ന കള്ളനെ കണ്ടപ്പോൾ ഗൗതമ മഹർഷിക്ക് കടുത്ത കോപമുണ്ടായി. നിൽക്കൂ, അവിടെ നിൽക്കൂ! എടാ ദുഷ്ടാത്മാവേ, നീ ആരാണ്? എല്ലാ സത്യാവസ്ഥയും ഇപ്പോൾ എന്നോട് വ്യക്തമായി പറഞ്ഞോളൂ. യാതൊരു നാണവുമില്ലാതെ എൻ്റെ വേഷം കെട്ടാൻ നിനക്ക് എങ്ങനെ തോന്നി? നീ ഏത് മഹാപാപിയാണ്? നീ എന്നോട് സത്യം പറയണം. നിന്റെ യഥാർത്ഥ വിവരം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ തന്നെ ഭസ്മമാക്കി കളയും. ഇതു കേട്ടപ്പോൾ പേടിച്ചു പോയ അവൻ മഹർഷിയെ നോക്കി പറഞ്ഞു: ഞാൻ സ്വർഗലോകത്തിൻ്റെ നാഥനായ ഇന്ദ്രനാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ കാമദേവന്റെ വെറുമൊരു ദാസനായി മാറിപ്പോയി. എൻ്റെ ബുദ്ധിശൂന്യത കാരണം ഈ വലിയ തെറ്റിൽ ഞാൻ അകപ്പെട്ടുപോയി. ഭഗവാനെ, എൻ്റെ ഈ തെറ്റുകളെല്ലാം അവിടുന്ന് ദയവായി ക്ഷമിക്കണമേ. നീ ചെയ്ത ഈ ദുഷ്ടകർമ്മത്തിൻ്റെ ഫലമായി നിന്റെ ശരീരത്തിലുടനീളം 1000 പെൺകുറികൾ ഉണ്ടായി തീരട്ടെ. നീ ഇതിൻ്റെ ഫലം അനുഭവിച്ച് നശിക്കട്ടെ. തപസ്വികളിൽ ശ്രേഷ്ഠനായ ഗൗതമമുനി ദേവേന്ദ്രനെ അപ്രകാരം ശപിച്ചപ്പോൾ ശേഷം ആശ്രമത്തിനുള്ളിൽ കടന്നു ചെന്ന് അവിടെ ഭയം കൊണ്ട് വിറച്ചു നിൽക്കുന്ന അഹല്യയെ കണ്ടപ്പോൾ കോപത്തോടെ മഹർഷി ഇപ്രകാരം പറഞ്ഞു: കഷ്ടം തന്നെ! ഹേ ദുർനടപ്പുകാരിയായവളെ, ദുരാചാരേ, നിന്റെ ഈ പ്രവൃത്തി എത്രയോ മോശമായി പോയി. ദുഷിച്ച മനസ്സുള്ളവളെ, നിന്റെ ഈ കൗശലം വളരെ നന്നായിരിക്കുന്നു. നീ ചെയ്ത ഈ പാപം തീരുന്നതിനായി പ്രായശ്ചിത്തമായി ചെയ്യാൻ കടന്നു പോകാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കഠിനമായൊരു വ്രതം ഞാൻ പറഞ്ഞു തരാം. കാമത്തിന് അടിമയായവളെ, നീ ഒരു കല്ലിൻ്റെ രൂപം പൂണ്ട് ശ്രീരാമന്റെ താമരമലർ പോലുള്ള പാദങ്ങളിൽ മനസ്സിൽ ധ്യാനിച്ച് ഈ ആശ്രമത്തിൽ തന്നെ കഴിയണം. ഭക്ഷണമോ വെള്ളമോ ഒന്നും കഴിക്കാതെ രാപ്പകലന്യേ മഞ്ഞ്, വെയിൽ, കാറ്റ്, മഴ എന്നിവയെല്ലാം സഹിച്ച് നീ ഇവിടെ കഴിയുക. മനോഹരമായ എൻ്റെ ഈ ആശ്രമഭൂമിയിലോ ഈ കാട്ടിലോ ഇനിമേൽ മറ്റ് മൃഗങ്ങളോ പക്ഷികളോ ജീവജാലങ്ങളോ ഒന്നും തന്നെ വരികയുമില്ല. ഇപ്രകാരം ദേവവർഷക്കണക്കിന് ഒരുപാട് കാലം
കഴിഞ്ഞുകൂടുമ്പോൾ ശ്രീരാമൻ തൻ്റെ അനുജനായ ലക്ഷ്മണനോടൊപ്പം ഇവിടേക്ക് എഴുന്നള്ളും. അങ്ങനെ വരുന്ന ശ്രീരാമന്റെ താമരപാദങ്ങൾ നിന്റെ മേൽ സ്പർശിക്കുന്ന ആ ദിവസം നിന്റെ എല്ലാ പാപങ്ങളും അവസാനിക്കുമെന്ന് നീ അറിഞ്ഞാലും. അതിനുശേഷം നീ അതീവ ഭക്തിയോടെ ഭഗവാനെ യഥാവിധി പൂജിക്കുകയും വലം വെച്ച് പ്രദക്ഷിണം ചെയ്ത് വണങ്ങി സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നിനക്ക് പൂർണ്ണ ശാപമോക്ഷം ലഭിക്കും. അങ്ങനെ ശുദ്ധമായ മനസ്സുള്ളവളായി മാറി നിനക്ക് വീണ്ടും എന്നെ പരിചരിച്ച് കൂടെ കഴിയാം. ഇപ്രകാരം കൽപ്പിച്ച് ഗൗതമ മഹർഷി ഹിമാലയത്തിന്റെ ഭാഗത്തേക്ക് തപസ്സിനായി പോയി. അന്നു തൊട്ട് അഹല്യ കല്ലിന്റെ രൂപത്തിൽ അവിടെ തന്നെ കഴിഞ്ഞുകൂടി. ഹേ സന്തോഷം നൽകുന്ന കൽപ്പവൃക്ഷമേ, ചിന്താമണിയായ ഭഗവാനെ, അങ്ങയുടെ താമരമലർ പോലുള്ള പാദങ്ങളിലെ പൊടി ഒന്ന് തന്റെ മേൽ പതിക്കാൻ എന്ന് സാധിക്കുമെന്ന് ഉള്ളിൽ വിചാരിച്ച് അതീവ ദുഃഖത്തോടെ അവൾ ഇവിടെ കഴിയുകയാണ്. ആർക്കും കാണാൻ കഴിയാത്ത വിധം കല്ലിന്റെ രൂപത്തിൽ കഠിന തപസ്സോടെ ഇവിടെ കഴിയുന്ന ബ്രഹ്മപുത്രനായ ഗൗതമന്റെ പത്നിയുടെ പാപക്കറകളെല്ലാം അങ്ങയുടെ പാദസ്പർശത്താൽ ഇന്ന് തന്നെ ഇല്ലാതാക്കിയാലും. അങ്ങനെ ചെയ്താൽ അഹല്യാദേവി ശാപമുക്തിയായി പരിശുദ്ധിയായി തീരും. ഗാഡീപുത്രനായ വിശ്വാമിത്രൻ ദശരഥപുത്രനായ രാമനോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പുലിത്തോലും ജടയുമൊക്കെ ധരിച്ച് കഠിന തപസ്സിലിരിക്കുന്ന അഹല്യയാകുന്ന ശിലയെ മുന്നിൽ കാണിച്ചു കൊടുത്തു. ലക്ഷ്മിനാഥനും രഘുകുലനാഥനും ജഗൽപതിയുമായ സാക്ഷാൽ ശ്രീരാമദേവൻ അതീവ സന്തോഷത്തോടെ ഞാൻ രാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ലക്ഷ്മണ തുല്യമായ പുണ്യപാദം ആ കല്ലിന്മേൽ മെല്ലെ വെച്ചു. മനോഹരമായ രൂപത്തോടു കൂടിയ ശ്രീരാമൻ ആ മുനിപത്നിയെ വണങ്ങി നിന്നു. ആ സമയത്ത് അഹല്യയ്ക്ക് തൻ്റെ നാഥനായ ഭഗവാനെ നേരിട്ട് കാണുവാൻ സാധിച്ചു. ഭഗവാനെ കണ്ടപ്പോൾ അവൾക്കുണ്ടായ ആനന്ദം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതായിത്തീർന്നു. മുനിശ്രേഷ്ഠനായ വിശ്വാമിത്രനോടും മനസ്സിലെ വിഷമങ്ങളെല്ലാം അകറ്റുന്ന തൻ്റെ സഹോദരനായ ലക്ഷ്മണനോടുമൊപ്പം നിൽക്കുന്ന സകല സങ്കടങ്ങളെയും നശിപ്പിക്കുവാനായ ആ ദേവനെ കയ്യിൽ വില്ലും അമ്പുമേന്തിയവനായും പീതാംബരം ധരിച്ചവനായും മാറിലെ ശ്രീവത്സ ചിഹ്നത്തോടും മനോഹരമായ പുഞ്ചിരി തൂകുന്ന മുഖത്തോടും ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ താമരപ്പൂവിന്റെ ഇതളുകൾ പോലുള്ള കണ്ണുകളോടും കൂടിയവനുമായ അവൾ കണ്ടു. ഇന്ദ്രനീലക്കല്ല് പോലെ തിളങ്ങുന്ന ശരീരഭംഗിയുള്ളവനും ഇന്ദ്രൻ തുടങ്ങിയ ദേവസമൂഹങ്ങളാൽ വന്ദിക്കപ്പെടുന്ന പാദങ്ങളോട് കൂടിയവനും 10 ദിക്കുകളും പ്രകാശം പരത്തുന്ന ശരീരകാന്തിയോട് കൂടിയവനുമായ ആ ഭക്തവത്സലനെ അഹല്യ ദർശിച്ചു. ആ സമയത്ത് തൻ്റെ ഭർത്താവായ ഗൗതമ മഹർഷി പണ്ട് തന്നോട് പറഞ്ഞിരുന്ന വാക്കുകൾ അഹല്യ ഓർത്തു. താമരക്കണ്ണനും ബ്രഹ്മാവിനാൽ പോലും പൂജിക്കപ്പെടുന്നവനുമായ ഈ ജഗന്നാഥൻ സാക്ഷാൽ നാരായണൻ തന്നെയാണ് എന്നവൾ ഉറപ്പിച്ചു. ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൾ ഭക്തിയോടെ എഴുന്നേറ്റ് അർഘ്യപാദ്യാദി സൽക്കാരങ്ങൾ നൽകി ഭഗവാനെ യഥാവിധി പൂജിച്ചു. ആനന്ദക്കണ്ണീർ ഒഴുക്കുന്ന കണ്ണുകളോടെ തൻ്റെ സകല ദുഃഖങ്ങളും നീങ്ങി അവൾ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ ഭക്തിയോടെ വീണ്ടും എഴുന്നേറ്റ് കൈകൾ കൂപ്പി ശരീരം മുഴുവൻ സന്തോഷത്താൽ രോമാഞ്ചം പൂണ്ട് ഭക്തി മൂലം തൊണ്ടയിടറിയ വാക്കുകൾ വ്യക്തമല്ലാതെ വരുന്ന ഗദ്ഗദ സ്വരത്തോടും കൂടി രണ്ടാമതൊന്നില്ലാത്തവനും ആദിയും അനന്തവുമില്ലാത്തവനുമായ ആ പരമാത്മാവിനെ കണ്ട് തൽക്ഷണമുണ്ടായ ആനന്ദക്കടലിൽ മുഴുകിയവളായി അവൾ ഇപ്രകാരം സ്തുതിക്കുവാൻ തുടങ്ങി. ഹേ ജഗന്നാഥ, അങ്ങയെ നേരിട്ട് കാണാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ തികച്ചും കൃതാർത്ഥയായിരിക്കുന്നു. അതുമാത്രമല്ല ഞാൻ പറയുന്നത്, ബ്രഹ്മാവും ശിവനും തുടങ്ങിയ ദേവന്മാർ പോലും കാക്ഷിക്കുന്ന അങ്ങയുടെ താമരപാദങ്ങളിലെ ആ ചെറിയ തരി മൺതരി ഇന്നേക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങയുടെ പരമമായ അനുഗ്രഹം കൊണ്ടല്ലാതെ എത്ര കോടിക്കാലം ആരാധിച്ചാലും ഇതൊരാൾക്ക് സിദ്ധിക്കുമോ? ഹേ ജഗൽപതേ, അങ്ങയുടെ ലീലകൾ എത്രയോ അത്ഭുതകരമാണ്. ഒരു സാധാരണ മനുഷ്യനെ പോലെ വേഷം ധരിച്ച് അങ്ങ് ലോകത്തെ മുഴുവൻ ഇപ്രകാരം മോഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങ് ആനന്ദ സ്വരൂപനും മായയ്ക്കുമപ്പുറമുള്ളവനും എല്ലാം തികഞ്ഞവനും കുറവോ കൂടുതലോ ഇല്ലാത്തവനും ഒരിക്കലും മാറ്റമില്ലാത്തവനുമായ പരമാത്മാവാകുന്നു. അങ്ങയുടെ താമരപാദങ്ങളിലെ പൊടിയേറ്റ് അതീവ പവിത്രയായി തീർന്ന ഗംഗാനദി സർപ്പത്തെ ആഭരണമാക്കിയ ശിവനെയും ബ്രഹ്മാവിനെയും ഉൾപ്പെടെയുള്ള സകലരെയും പരിശുദ്ധരാക്കുന്നു. ഇതെല്ലാം അങ്ങയുടെ പാദങ്ങളുടെ മഹിമ കൊണ്ട് മാത്രമാണ്. ഹേ വിഷ്ണു ഭഗവാനെ, അങ്ങയിൽ ഉറപ്പില്ലാത്ത മന്ദബുദ്ധികൾക്ക് ദർശിക്കുവാൻ സാധിക്കാത്ത ദിവ്യരൂപമേ, അങ്ങനെയുള്ള അങ്ങയുടെ പാദസ്പർശം ഇപ്പോൾ എനിക്കും സിദ്ധിച്ചിരിക്കുന്നു. ഇതിനായി മുൻ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത പുണ്യങ്ങൾ എത്രയെന്ന് വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചവനും
മനസ്സുകളെ മോഹിപ്പിക്കുന്ന മനോഹരമായ ശരീരമുള്ളവനും പരിശുദ്ധനും അത്ഭുതകരമായ വീര്യവുമുള്ളവനും സുന്ദരനും വില്ലേന്തിയവനും രണ്ടാമതൊന്നില്ലാതെ പരമതത്വവും സത്യസന്ധനും ആദിയും അനന്തവുമില്ലാത്തവനും മാറ്റമില്ലാത്തവനും ആ ശ്രീരാമനെ ഞാൻ ഇതാ ഇപ്പോഴും ഭജിക്കുന്നു. ഞാനിനി പൂർണ്ണമായ ഭക്തിയോടെ അങ്ങയെ അല്ലാതെ മറ്റാരെയും ഭജിക്കുകയില്ല. വേദങ്ങൾ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നതും ഏതൊരുവന്റെ നാഭിയിൽ നിന്നാണോ ബ്രഹ്മാവ് ജനിച്ചതും ഏതൊരുവന്റെ നാമമാണോ പരമശിവൻ എപ്പോഴും ജപിക്കുന്നത് ആ ജഗദീശ്വരനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് നിത്യവും വണങ്ങുന്നു. നാരദ മഹർഷിയും ശിവനും ബ്രഹ്മാവും സരസ്വതി ദേവിയും വരെ ബ്രഹ്മലോകത്ത് നിന്നും സകല പാപങ്ങളെയും നശിപ്പിക്കുന്നതും അമൃതുല്യനുമായ ആ രാമചരിതത്തെപ്പറ്റി എപ്പോഴും കീർത്തിച്ചു പാടുന്നത്. ഉള്ളിലെ കാമവും ആഗ്രഹങ്ങളും മാറി പരമാനന്ദം ലഭിക്കുന്നതിനായി ഞാൻ ആ ശ്രീരാമദേവനെ ശരണം പ്രാപിക്കുന്നു. തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനും ഒന്നായവനും പെട്ടെന്ന് കണ്ണുകൾക്ക് ഗോചരമല്ലാത്തവനും ആർക്കും അത്ര എളുപ്പം മനസ്സിലാക്കാൻ കഴിയാത്തവനും എന്നാൽ ഉപനിഷത്തുകളിലെ അറിയേണ്ടവനും പരമപുരുഷനും പ്രകൃതിക്കുമപ്പുറമുള്ള പരമാത്മാവും പരബ്രഹ്മമെന്ന് വിളിക്കപ്പെടുന്നവനുമാണ് ആനന്ദ സ്വരൂപനായ നാഥനാണ് അങ്ങ്. അനാദിയായ പുരുഷനും സ്വയം പ്രകാശിക്കുന്ന ജ്യോതിസും സകല ചരാചരങ്ങളുടെയും ഗുരുവുമായ കാരുണ്യമൂർത്തിയായ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നതിനായിട്ടാണ് അതീവ മനോഹരമായ ഈ മനുഷ്യരൂപം പൂണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീരാമൻ ചന്ദ്രനെ എൻ്റെ മനസ്സിൽ നിറഞ്ഞ ഭക്തിയോടെ ഞാൻ എപ്പോഴും ഭജിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങ് തികച്ചും സ്വതന്ത്രനും പരിപൂർണ ആനന്ദ സ്വരൂപനും സ്വന്തം മായയുടെ ഗുണങ്ങളാൽ പ്രതിഫലിക്കുന്നവനുമാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവ നടത്തുന്നതിനായി യാതൊരു ബന്ധങ്ങളുമില്ലാതെ അങ്ങ് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ നാമങ്ങളും ഭാവങ്ങളും സ്വീകരിക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങ് ഗുണങ്ങൾക്കെല്ലാം അപ്പുറവുമുള്ള നിർഗുണമൂർത്തി തന്നെയാണ്. ഉപനിഷത്തുകളിലൂടെ മാത്രം യാഥാർത്ഥ്യമായി അറിയാൻ കഴിയുന്ന പരമാത്മാവായ ഭഗവാൻ എപ്പോൾ എൻ്റെ മനസ്സിൽ വസിക്കണമേ. ഹേ രാമഭദ്ര, രഘുകുലജാതനായവനെ, അങ്ങയുടെ താമരമലർ പോലുള്ള പാദങ്ങളെ ഞാൻ വണങ്ങുന്നു. സകല ഐശ്വര്യങ്ങളും നിറഞ്ഞതും ലക്ഷ്മി ദേവി തൻ്റെ 2 കൈപ്പൂക്കൾ കൊണ്ട് എപ്പോഴും പൂജിക്കുന്നതുമാണ് അങ്ങയുടെ പാദങ്ങൾ. യാതൊരുവിധ അഹങ്കാരവും ഇല്ലാത്ത ഉത്തമന്മാരായ യോഗീവര്യന്മാർ എപ്പോഴും ധ്യാനിക്കപ്പെടുന്നതുമാണ് അത്. മുനിമാരുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കുവാനായി 3 ലോകങ്ങളെയും അളക്കുന്നതും ബ്രഹ്മാവ് തൻ്റെ കൈകൾ കൊണ്ട് കഴുകി പൂജിച്ചതുമായ താമരപ്പൂവിന് തുല്യമായ പാദങ്ങളാണിവ. ശംഖ് ചക്രം വജ്രായുധം മത്സ്യം എന്നീ ശുഭലക്ഷണങ്ങൾ പതിഞ്ഞതും പരിശുദ്ധവുമായ അങ്ങയുടെ പാദങ്ങൾ എൻ്റെ മനസ്സാകുന്ന വീട്ടിൽ വസിക്കുകയും എൻ്റെ പാപങ്ങളെ നശിപ്പിക്കുകയും ചെയ്യട്ടെ. നിർമ്മലമായ മനസ്സുള്ളവർക്ക് പരമമായ അഭയസ്ഥാനമായ ആ പാദങ്ങളെ ഞാൻ വണങ്ങുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആശ്രയം അങ്ങാണ്. ഈ പ്രപഞ്ചമായി നിലകൊള്ളുന്നതും അങ്ങാണ്. ലോകങ്ങളുടെ എല്ലാം ആദ്യ കാരണമായി ഇരിക്കുന്നതും അങ്ങു തന്നെയാകുന്നു. സകല ജീവജാലങ്ങളിലും അന്തർലീനമായിരിക്കുമ്പോഴും ഒന്നിനോടും പറ്റിപ്പിടിച്ചിരിക്കാതെ നിൽക്കുന്നവനാണ് അങ്ങ്. യാതൊരു മാറ്റവുമില്ലാത്തവനായി എല്ലാത്തിനും വെറുമൊരു സാക്ഷിയായി നിലകൊള്ളുന്നതും അങ്ങാണ്. ജനനമില്ലാത്തവനും നാശമില്ലാത്തവും ആരാലും തോൽപ്പിക്കാൻ കഴിയാത്തവനും യാതൊരുവിധ അശുദ്ധിയില്ലാത്തവനും അങ്ങ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കാത്ത പരമാനന്ദ സ്വരൂപമാണ് ഭഗവാൻ. പറയുന്ന വാക്കായും അതിലടങ്ങിയിരിക്കുന്ന ആത്മാർത്ഥമായും ഒരേപോലെ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനെ, എൻ്റെ വാക്കുകളിൽ എപ്പോഴും അങ്ങയുടെ നാമം മാത്രം വന്നു നിറയണമേ. ചെയ്യുന്ന കാര്യം അതിനുള്ള കാരണം, ചെയ്യുന്നയാൾ അതിൻ്റെ ഫലം അതിനുള്ള മാർഗം എന്നിങ്ങനെയുള്ള പലവിധ വ്യത്യാസങ്ങൾ അങ്ങയുടെ മായ കാരണം മാത്രമാണ് ഈ ലോകത്ത് വന്ന് രൂപത്തിൽ തോന്നിക്കുന്നത്. അങ്ങ് പരമമായ ഏകസത്യം മാത്രമാണെങ്കിൽ കൂടി അങ്ങയെ എപ്പോൾ ഭജിക്കുക സേവർക്ക് പോലും അങ്ങയുടെ ആ യഥാർത്ഥ തത്വം പൂർണ്ണമായി അറിയുവാൻ സാധിക്കുകയില്ല. അങ്ങയുടെ മായയാൽ മനസ്സ് മയങ്ങിപ്പോയ അജ്ഞാനികളായ മനുഷ്യർക്ക് അങ്ങയുടെ യഥാർത്ഥ മഹിമകളെ നേരായ വണ്ണം മനസ്സിലാക്കുവാനും സാധിക്കുന്നില്ല. സകല പ്രപഞ്ചത്തിൻ്റെയും ആത്മാവായി വിളങ്ങുന്ന അങ്ങയെ വെറുമൊരു സാധാരണ മനുഷ്യനായി മാത്രം കാണുന്നവർ യഥാർത്ഥത്തിൽ അറിവില്ലാത്തവരാണ്. പ്രപഞ്ചത്തിൻ്റെ അകത്തും പുറത്തും എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് അങ്ങയുടെ സാന്നിധ്യം മാത്രമാണ്. അങ്ങ് പരിശുദ്ധനും രണ്ടാമതൊന്നില്ലാത്തവനും
എല്ലാവരോടും സമഭാവമുള്ളവനും ശാശ്വതനും മാലിന്യമില്ലാത്തവനും ഒന്നായവനും പരമജ്ഞാനിയും കണ്ണുകൾക്ക് പെട്ടെന്ന് ഗോചരമല്ലാത്തവനും ശാന്തനും ആഗ്രഹങ്ങളില്ലാത്തവനും രൂപമില്ലാത്തവനുമാണ്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിയ മായാശക്തിയെ നിയന്ത്രിക്കുന്നവനും സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ ജീവാത്മാവായി ജീവിക്കുന്ന നാഥനും അങ്ങാണ്. ഭക്തന്മാർക്ക് മുക്തി നൽകുന്നവനും യോഗികൾക്ക് യോഗസിദ്ധി നൽകുന്നവനും സംസാര ജീവിതത്തിൽ താല്പര്യമുള്ളവർക്ക് ഭൗതിക സുഖങ്ങൾ നൽകുന്നവനും സിദ്ധന്മാർക്ക് പരമമായ സിദ്ധികൾ നൽകുന്നവനുമാണ് അങ്ങ്. സകല തത്വങ്ങളുടെയും ആധാരമായവനും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞവനും പരമമായ സത്യം അറിയുന്നവനും സമാനതകളില്ലാത്തവനും ഭാഗങ്ങളില്ലാത്തവനും നിഷ്കളങ്കനുമാണ് അങ്ങ്. ഗുണങ്ങൾക്കപ്പുറമുള്ളവനും മാറ്റമില്ലാത്തവനും ശുദ്ധനും മറ്റൊരു താങ്ങിന്റെ ആവശ്യമില്ലാത്തവനും പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ലാത്തവനും കാരണങ്ങളില്ലാത്തവനും അഹങ്കാരമില്ലാത്തവനും ശാശ്വതനുമാണ് അങ്ങ്. സത്യവും ജ്ഞാനവും അനന്തമായ ആനന്ദവും നിറഞ്ഞ അമൃതിന്റെ സ്വരൂപമായ പരമപുരുഷനാണ് അങ്ങ്. അങ്ങ് കേവലമായ സത്സ്വരൂപനും പരമാത്മാവും എല്ലാവരുടെയും ആത്മാവായിരിക്കുന്നവനും സർവവ്യാപിയുമാണ്. സച്ചിദാനന്ദ സ്വരൂപനായ പരബ്രഹ്മവും സകല പ്രപഞ്ചത്തിന്റെ ഈശ്വരനും നാശമില്ലാത്തവനും ആദിനാഥനും സകല ദേവതകളുടെയും സ്വരൂപം ഒന്നു ചേർന്നവനുമാണ് അങ്ങ്. അവിടുത്തെ ഈ പരമമായ തത്വത്തെ തികച്ചും അറിവില്ലാത്തവളും അജ്ഞാനത്താൽ അന്ധയുമായ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? എങ്കിലും ഞാൻ അങ്ങയുടെ മുന്നിൽ എപ്പോഴും വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഞാൻ ഇനി എവിടെയെങ്കിലും ജീവിച്ചാലും എല്ലാ ദിവസവും അങ്ങയുടെ താമരമലർ പോലുള്ള പൊൻപാദങ്ങളിൽ ഒട്ടും മാറ്റമില്ലാതെ ഉറച്ച ഭക്തി എനിക്കുണ്ടാകണം. ഇതല്ലാതെ മറ്റൊരു വരവും ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നില്ല. അങ്ങേക്ക് എൻ്റെ നമസ്കാരം. പുരുഷാധ്യക്ഷനും വിഷ്ണു ഭഗവാനുമായ ശ്രീരാമൻ അങ്ങേക്ക് നമസ്കാരം. ഭക്തവത്സലനായ രാമ അങ്ങേക്ക് നമസ്കാരം. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവനായ രഘുകുലജാതനായ രാമ അങ്ങേക്ക് നമസ്കാരം. നാരായണായ അങ്ങയെ ഞാൻ എപ്പോഴും വണങ്ങുന്നു. ഹേ ജഗൽപദേ, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ സകല തെറ്റുകുറ്റങ്ങളും അവിടുന്ന് ദയവായി ക്ഷമിച്ച് അരുളേണമേ. ജനന മരണങ്ങളാകുന്ന സംസാര ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവനും കോടി സൂര്യന്മാർ ഒരുമിച്ചുള്ളതുപോലുള്ള പ്രകാശമുള്ളവനും താമരപ്പൂ പോലുള്ള കൈകളിൽ വില്ലും അമ്പും ഏന്തിയവനും കരുണാനിധിയും കാർമേഘം പോലെ ശ്യാമവർണ്ണമുള്ളവനായ രാമനെ മനോഹരമായ പീതാംബരം ധരിച്ചവനും ലക്ഷ്മീനാഥനും സ്വർണവും രത്നങ്ങളും പതിച്ച തിളങ്ങുന്ന കുണ്ടലങ്ങൾ കവിളുകളിൽ തട്ടി അലങ്കരിക്കുന്നവനും താമരയിതൾ പോലെ മനോഹരമായ കണ്ണുള്ളവനും ബ്രഹ്മാവിനാൽ വന്ദിക്കപ്പെടുന്നതുമായ ശ്രീരാമനെ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സ്തുതിക്കുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന സാക്ഷാൽ പരമേശ്വരനും രഘുകുലനാഥനുമായ ആ പുരുഷോത്തമനെ അഹല്യ കൈകൂപ്പി അതീവ ഭക്തിയോടെ സ്തുതിച്ചു. ബ്രഹ്മാവിന്റെ പുത്രിയായ അഹല്യ പാപങ്ങളെല്ലാം നീങ്ങി പരിശുദ്ധിയായി മാറിയതിനു ശേഷം ജഗദീശ്വരനായ ശ്രീരാമന്റെ അനുവാദത്തോടെ അവിടെ നിന്നും യാത്രയായി. അവൾ തൻ്റെ ഭർത്താവായ ഗൗതമ മഹർഷിയുടെ അടുത്തെത്തുകയും മനസ്സിലെ സങ്കടങ്ങളും പ്രയാസങ്ങളും മാറി അദ്ദേഹത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. ഈ അഹല്യാസ്തുതി ആര് ഭക്തിയോട് ജപിക്കുന്നുവോ അവൻ പരിശുദ്ധനായി തീരുകയും അവൻ്റെ സകല പാപങ്ങളും നശിക്കുകയും ചെയ്യും. അവൻ പരമമായ ബ്രഹ്മാനന്ദം നേടുന്നത് മാത്രമല്ല, ഈ ഭൂമിയിലെ എല്ലാവിധ സുഖങ്ങളും അവന് തീർച്ചയായും ലഭിക്കും. ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് അതീവ ഭക്തിയോടെ ഈ സ്തുതി ജപിച്ചാൽ അവർ ആഗ്രഹിക്കുന്നതെല്ലാം സാധ്യമാകും. സൽസന്താനങ്ങൾ ആഗ്രഹിക്കുന്നവർ ഇത് ജപിച്ചാൽ ഉത്തമന്മാരായ പുത്രന്മാരുണ്ടാകും. ധനം ആഗ്രഹിക്കുന്നവർക്ക് ഇത് ജപിച്ചാൽ അവർക്ക് ഒരുപാട് സമ്പത്ത് വന്നു ചേരും. ഗുരുപത്നിയെ അപമാനിച്ചവൻ, സ്വർണം മോഷ്ടിച്ചവൻ, മദ്യപാനം ഇളക്കിയവൻ, ബ്രാഹ്മണനെ കൊന്നവൻ, സ്വന്തം മാതാപിതാക്കളെ വധിച്ചവൻ എന്നിങ്ങനെ ഭൗതിക സുഖങ്ങളിൽ മുഴുകി ഏറ്റവും അധമമായ പാപിയായി തീർന്നാൽ പോലും അവൻ എപ്പോഴും പുരുഷോത്തമനും ഭക്തവത്സലനുമായ സാക്ഷാൽ നാരായണ സ്വരൂപനായ ശ്രീരാമചന്ദ്രനെ സ്വന്തം മനസ്സിൽ അതീവ ഭക്തിയോടെ ധ്യാനിച്ച് ഈ സ്തുതി ജപിക്കുകയും ആദരവോടെ ഭഗവാനെ വണങ്ങുകയും ചെയ്താൽ
അവന് തീർച്ചയായും മോക്ഷം കൈവരും. വലിയ പാപികൾക്ക് പോലും ഭക്തിയിലൂടെ മോക്ഷം കിട്ടുമെങ്കിൽ സൽസ്വഭാവിയും പുണ്യശാലിയുമായ ഒരുവന് മോക്ഷം ലഭിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? അവന് യാതൊരു സംശയവുമില്ലാതെ ഉടനടി മോക്ഷം സിദ്ധിക്കുക തന്നെ ചെയ്യും. അസുര നിഗ്രഹത്തിന്റെ വീര്യവും ശിലയെപ്പോലെ അലിയിച്ച കാരുണ്യവും നിറഞ്ഞ ശ്രീരാമദേവന്റെ പുണ്യചരിത്രത്തിലെ 3-ാം ദിവസത്തെ പാരായണം ഇവിടെ പൂർണ്ണമാകുന്നു. ഭഗവാന്റെ പാദസ്പർശത്താൽ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ചതുപോലെ നമ്മുടെ ഉള്ളിലെ അജ്ഞതയും പാപങ്ങളും നീങ്ങി എല്ലാവരിലും ഭഗവാൻ കാരുണ്യം നിറയട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ. ശുഭരാത്രി നേരുന്നു.